ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനു മുന്നേ നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നല്ല പ്രതികരണം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 25 ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇംഗ്ലീഷ് ഇതുവരെയും വലിയ പിടിയൊന്നുമില്ല. ഇംഗ്ലീഷിന് ഗ്രാമറൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് കോഴ്സ് നമ്മുടെ PSC ബേസിക്സിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ PSC ബേസിക്സിൻ്റെ ആപ്പ് എടുത്ത് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കോഴ്സ് കാണാൻ പറ്റുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷ് വൊക്കാബുലറി, അതുപോലെ ഇംഗ്ലീഷ് ബേസിക് ഗ്രാമർ മുതലുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ റോങ്ലി സ്പെൽറ്റ് വേർഡ് ഈസ്, തന്നിട്ടുള്ളതിൽ ഏതാണ് സ്ട്രോങ്ലി സ്പെൽറ്റ്? അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് പലർക്കും ആവേശം വരാറുണ്ട്. എന്താണ് ഈ റോങ്ലി സ്പെൽറ്റ് എന്നുള്ളത്? ചിലപ്പോൾ എക്സാം ഹാളിൽ കയറുമ്പോൾ കാണത്തില്ല. പകരം എന്ത് കാണും? റോങ്ലി ആയിരിക്കത്തില്ല, കാണത്തില്ല, റൈറ്റ് സ്പെൽറ്റ് വേർഡ് അങ്ങ് എഴുതി വയ്ക്കും. അപ്പോൾ ഓപ്ഷൻ എ തന്നെ ഗ്ലൂക്കോമ കിടക്കുന്നു. അപ്പോൾ ഗ്ലൂക്കോമ അറിയാം, ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ കറപ്പിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ എന്താണ്? റോങ്ലി സ്പെൽറ്റ് വേർഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണോ? അല്ല, നമുക്ക് അപ്പോൾ അവിടെ ആവേശം വന്നതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടത് റോങ്ലി സ്പെൽറ്റ് ആണോ എന്ന് നോക്കണം. അപ്പോൾ തെറ്റായ സ്പെല്ലിംഗ് ഉള്ള ഏത് വേർഡിനെന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ഗ്ലൂക്കോമ. ഗ്ലൂക്കോയുടെ സ്പെല്ലിംഗ് ഇപ്പം തന്നെ പഠിച്ചോ? അറിഞ്ഞിടാത്ത ആൾക്കാർ സെയിം ആണ്. GLAUCOMA ആണ് ഗ്ലൂക്കോമ. അടുത്തത് ഗ്ലൈസ്ഡ്, അതും ശരിയാണ്. അടുത്തത് ഗ്ലട്ടൺ, GLUTTON, ഗ്ലട്ടൺ. ദെൻ ജനറസ്നെസ്, ഇത് തെറ്റാണ്. ജനറിക്നെസ് എന്നാണ് ഈ ഇവിടെ വേണ്ട, അതായത് ജനറിക് എന്ന് എഴുതണം. ജനറിക് നെസ്സാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഇതാണ് തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് വരുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്ലൂത്ത് മീൻസ്, എന്താണ് സ്ലൂത്തിൻ്റെ മീനിങ്? അതായത് എ പേഴ്സൺ ഹൂ ഇൻവെസ്റ്റിഗേറ്റ്സ് ക്രൈം ആണ് സ്ലൂത്ത്. ആരാണ് സ്ലൂത്ത്? എ പേഴ്സൺ ഹൂ ഇൻവെസ്റ്റിഗേറ്റ് ക്രൈംസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പേഴ്സണെയാണ് സ്ലൂത്ത് എന്ന് വിളിക്കുന്നത്. സ്ലൂത്ത് ഒരു സിനിമ ഒക്കെ ഉണ്ട്, സ്ലൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അപ്പോൾ എ പേഴ്സൺ ഹൂ ഇൻവെസ്റ്റിഗേറ്റ്സ് ക്രൈംസ് ആണ് സ്ലൂത്ത്. അടുത്തത് എ പബ്ലിക് ലൈബ്രറി ഹാസ് ബീൻ സെറ്റ് ഓൺ ഫുട്ട്. ഹിയർ ടു സെറ്റ് ഓൺ ഫുട്ട് മീൻസ് എന്താണ്? എ പബ്ലിക് ലൈബ്രറി ഹാസ് ബീൻ സെറ്റ് ഓൺ ഫുട്ട്. സെറ്റ് ഓൺ ഫുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാലിൽ നിൽക്കുന്നു, സെറ്റായി അല്ലേ? അതായത് ടു സ്റ്റാർട്ട് എന്നാണ് ഇവിടുത്തെ മീനിങ്. ഓപ്ഷൻ സി ആണ്, ടു സ്റ്റാർട്ട് എന്നാണ് മീനിങ് വരുന്നത്. ടു സെറ്റ് ഓൺ ഫുട്ട് എന്താണ്? ടു സ്റ്റാർട്ട് ആണ്. അടുത്ത ചോദ്യം. The building comprises dash 60 rooms. The building comprises dash 60 rooms. കംപ്രൈസസിന് ശേഷമുള്ള പ്രിപ്പോസിഷൻ ആണ് കൊടുക്കേണ്ടത്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, കംപ്രൈസസിന് ശേഷം പൊതുവേ പ്രിപ്പോസിഷൻസ് ഒന്നും ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വേണ്ട? പ്രിപ്പോസിഷൻ വേണ്ട. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. നോ പ്രിപ്പോസിഷൻ നീഡഡ്. ദ ബിൽഡിംഗ് കംപ്രൈസസ് 60 റൂംസ് എന്നാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. I barely know you dash choose the tag question. ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കണം. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം ഫസ്റ്റ്. അപ്പോൾ ബെയർലി എന്ന് വന്നിട്ടുണ്ട്, അതൊരു നെഗറ്റീവ് വേർഡാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ്? ടാഗ് ഷുഡ് ബി പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ടാഗ് പോസിറ്റീവ് വരണമെങ്കിൽ നോ എടുക്കുക. നോ എന്നാൽ ഡു ആണ് അതിനകത്തുള്ള ഓക്സിലറി വെർബ്. അപ്പോൾ ഡു ഐ ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ഓപ്ഷൻ സി ആണ്, ഡു ഐ ആണ്. അടുത്ത ചോദ്യം. വിച്ച് പാർട്ട് ഹാസ് ആൻ എറർ? ശ്രദ്ധിച്ചു നോക്കണം. 50 years ഹാസ് പാസ്ഡ് സിൻസ് മാൻ ഫസ്റ്റ് വെൻച്വേർഡ് ഇൻടു ഔട്ടർ സ്പേസ്, അല്ലെങ്കിൽ നോ എറർ. ഇതിൽ ഏത് പാർട്ടിനാണ് എറർ ഉള്ളത്? ഏത് പാർട്ടിനാണ്?
ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. തെറ്റായിട്ടുള്ള ഭാഗം 50 ഇയേഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ സബ്ജക്റ്റാണ്. 50 ഇയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ സബ്ജക്റ്റാണ്, 50 വർഷങ്ങൾ. അപ്പോൾ അത് പ്ലൂറലാണ്. സോ ഇവിടെ നമ്മൾ പ്ലൂറൽ വെർബ് ചേർക്കണം. അപ്പോൾ ഹാസ് പാസ്ഡ് ശരിയാവത്തില്ല, എന്ത് ചേർക്കണം? ഹാവ് പാസ്ഡ് എന്ന് ചേർക്കണം. മനസ്സിലായല്ലോ? 50 ഇയേഴ്സ് പ്ലൂറൽ. സോ എന്താണ്? വെർബ് ഷുഡ് ബി എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. സോ ഹാവ് പാസ്ഡ് ആയിരിക്കണം ആൻസർ വരേണ്ടത്. അപ്പോൾ എററുള്ള പാർട്ട് ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ദ ഇഡിയം എ മാൻ ഓഫ് ഹിസ് വേർഡ് മീൻസ്. എ മാൻ ഓഫ് ഹിസ് വേർഡ്, ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ അയാളുടെ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അതിനകത്ത് പറയുന്നത് അല്ലേ. എ മാൻ ഹു ആക്ട്സ് അപ് ടു ഹിസ് പ്രോമിസ് ആണ് ഓപ്ഷനിലുള്ളതിൽ ആൻസർ വരുന്നത്. അപ്പോൾ എ മാൻ ഓഫ് ഹിസ് വേർഡ് എന്നതിൻ്റെ മീനിങ് എന്താണ്? എ മാൻ ഹു ആക്ട്സ് അപ് ടു ഹിസ് പ്രോമിസ്. അയാൾ പ്രോമിസ് ചെയ്ത കാര്യം അയാൾ ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന ഇഡിയമാണ് എ മാൻ ഓഫ് ഹിസ് വേർഡ് എന്നത്. അടുത്ത ചോദ്യം, ഹിയർ ഹെർ വോയിസ് ചേഞ്ച് ദ വോയിസ്. എന്ത് ചെയ്യണം? ഹിയർ ഹെർ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ ചേർക്കേണ്ടത് ലെറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഹെർ വോയിസ് ആണ് കേൾക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക, പിന്നെ എപ്പോഴും പാസീവ് വോയിസിൽ എന്തേ വരത്തുള്ളൂ? V3 ഫോം ഓഫ് ദ വെർബേ വരത്തുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ലെറ്റാണേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, ലെറ്റ് ഹിർ വോയിസ് ബി ഹിയർഡ്. Let her voice be heard. Okay. Next question. Have you ever gone to France? Correct this sentence. Ever gone to എന്ന് ഒരിക്കലും പറയത്തില്ല. Have you ever been to France എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. Have you ever been to France എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, I know that will be dash if you can come. എന്താണ് ഇവിടെ നിങ്ങൾ നോക്കിയാണ് വിൽ ബിക്ക് ശേഷമാണ് നമ്മളൊരു വെർബ് ചേർക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും വിൽ ബി പാസീവ് ഫോമിലാണ് വരുന്നത് അല്ലേ. പാസീവ് ഫോമിലാണ് വിൽ ബി യൂസ് ചെയ്യുന്നത്. പാസീവ് ഫോമിലാണെങ്കിൽ നമുക്കറിയാം V3 ഫോം ഓഫ് ദ വെർബ് ചേർക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ V3 ഫോം ഓഫ് ദ വെർബ് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിലൈറ്റഡ് ആണ്. ഐ നോ ദാറ്റ് വിൽ ബി ഡിലൈറ്റഡ് ഇഫ് യു ക്യാൻ കം എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇറ്റ് വാസ് ഡാഷ് വൺ ഡേ ഇവൻറ്റ്, ഫിൽ വിത്ത് ആൻ ആർട്ടിക്കിൾ. ഇറ്റ് വാസ് എ വൺ ഡേ ഇവൻറ്റ്. ഏതാണ്? ഒരു വൺ ഡേ ഇവൻറ്റ് എന്നാണ്. അപ്പോൾ എ ആണ് ചേർക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഐ വെയർ ആൻ ആർക്കിടെക്റ്റ്. ഇഫ് ഐ വെയർ ആൻ ആർക്കിടെക്റ്റ്. അപ്പോൾ ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലോസ് വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഇഫ് ക്ലോസിൽ ഐ വെയർ വന്നു കഴിഞ്ഞാൽ അത് പാസ്റ്റ് ഫോമിലാണ്. അപ്പോൾ നമ്മൾ ഐ വുഡ് ചേർക്കാറുണ്ട്. പക്ഷേ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആണ് ചേർക്കേണ്ടത്. സ്യൂട്ടബിൾ ക്ലോസ് വേണം ചേർക്കാൻ. സോ ഓപ്ഷൻ ഡി ആണ്. ഐ വിൽ റീബിൽഡ് ദിസ് മോണുമെൻറ്റ് എന്നാണ്. ഐ വിൽ റീബിൽഡ് ദിസ് മോണുമെൻറ്റ്. അടുത്ത ചോദ്യം, ദ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ പിഗ്സ്. പിഗ്സ് ഉണ്ടാക്കുന്ന സൗണ്ടിൻ്റെ പേരെന്താണ്? പിഗ് ഉണ്ടാക്കുന്ന സൗണ്ടാണ് ഗ്രണ്ട്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഗ്രണ്ട് സൗണ്ടാണ് പിഗ്സ് ഉണ്ടാക്കുന്നത്. വിച്ച് പാർട്ട് ഹാസ് ആൻ എറർ? തന്നിട്ടുള്ളതിൽ ഏതാണ് എറർ പാർട്ട്? The dress that the girl wore was more attractive than the other girls. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള ഭാഗം. കാരണം എന്താണ്? ഇവിടെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. എന്തിനെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഗേൾസുകളെയാണോ കമ്പയർ ചെയ്തിരിക്കുന്നത്? ഒരിക്കലും അല്ല. എന്ത്? ഗേൾസിൻ്റെ ഡ്രസ്സിനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്ത് വരണം? ദാൻ ഡ്രസ്സാണ് വരേണ്ടത്. ഡ്രസ് ഓഫ് ദ അതർ ഗേൾസ് എന്ന് വരണം. അതായത് ഡ്രസ്സിനെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഗേൾസിനെ അല്ല. അപ്പോൾ മോർ അട്രാക്റ്റീവ് ദാൻ ദ ഡ്രസ് ഓഫ് അതർ ഗേൾസ് എന്ന് വരണം. ഓക്കെ, അടുത്ത ചോദ്യം, ഷീ ഈസ് എ ഹാൻഡ്ഫുൾ. ദ ഇഡിയം എ ഹാൻഡ്ഫുൾ മീൻസ്, നമ്മൾ പറയാറുണ്ട് ചില ആൾക്കാരെ നമ്മൾ വളരെ ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണ്. ഒരു പേഴ്സണെ നമുക്ക് ഡിഫിക്കൽട്ടാണ് ഡീൽ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇഡിയമാണ് എ ഹാൻഡ്ഫുൾ എന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എന്താണ്? എ ഡിഫിക്കൽട്ട് പേഴ്സൺ ടു ഡീൽ വിത്ത് എന്നാണ്. എ ഡിഫിക്കൽട്ട് പേഴ്സൺ ടു ഡീൽ വിത്ത് എന്നാണ് എ ഹാൻഡ്ഫുള്ളിൻ്റെ മീനിങ്.
The instruments are to be before they are used for an operation. നമുക്കറിയാം the instrument are to be വന്നാൽ അവിടെ നമ്മൾ തീർച്ചയായിട്ടും V3 ഫോം ഓഫ് ദ വെർബ് ചേർക്കും. കാരണം ആർ ടു ബി ആണ് വന്നിരിക്കുന്നത്. സോ അത് പാസീവിലാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ അവിടെ എന്ത് ചേർക്കും? ഓപ്ഷൻ എ ആണ്, സ്റ്റെറിലൈസ്ഡ് ആണ് ചേർക്കുന്നത്. The instruments are to be sterilized before they are used for an operation. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മിസ്പെൽറ്റ് വേർഡ്. തന്നിട്ടുള്ളതിൽ ഏതാണ് മിസ്പെൽറ്റ്, അതായത് തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ള വേർഡ് ഏത് നോക്കാം. ഒന്നാമത്തത് എക്സൈലാണ്, അത് ശരിയാണ്. എക്സിറ്റ് ആണ്, അത് ശരിയാണ്. ഇനി നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഇങ്ങനെ ഒരു വേർഡ് ഇല്ല. അടുത്തത് ഓപ്ഷൻ ഡി എക്സിസ്റ്റൻസ്, അതും ശരിയാണ്. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ സി ആണ്, എക്സൈറ്റ് എന്നത് തെറ്റാണ്. പകരം എക്സൈറ്റ് എന്ന് നമ്മൾ എഴുതേണ്ടത് EXCITE ആണ് എക്സൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, The road was slippery and it was quite risky to drive the car. The underlined portion is a dash. എന്താണ് തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഈ ടു ഡ്രൈവ് എന്നത് എന്താണ്? ടു ഡ്രൈവ് എന്നത് എന്താണ്? ടു ഡ്രൈവ് എന്നത് ഓപ്ഷൻ ഡി ആണ്, ഇൻഫിനിറ്റീവ് ആണ്. ടു ചേർത്തിട്ട് ഒരു റൂട്ട് ഫോം ഓഫ് ദ വെർബ് പറയുകയാണെങ്കിൽ അതെന്താണ്? ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വെർബാണ്. ഇൻഫിനിറ്റീവ് ഫോം ഓഫ് ദ വെർബാണ്, മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് വരും, ജെറണ്ട് ഫോം എന്ന് വെച്ചാൽ എന്താണ്? ING ഫോം ഓഫ് ദ വെർബാണ് ജെറണ്ട് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിൽ തിരിയരുത്, മിക്ക പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻസ് വരാറുമുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, മൈ ബ്രദർ ഹാസ് ഓൾറെഡി ഡിസൈഡഡ് ടു സ്റ്റോപ്പ് സ്മോക്കിംഗ്. ടു സ്റ്റോപ്പ് എന്ന് പറയുന്നതിന് താഴെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രൈസൽ വെർബ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏതാണ് ടു സ്റ്റോപ്പ് എന്ന് വരുന്നത്? ഗീവ് വരുന്നതിൽ ഇതിനകത്ത് ഏത് വരാം? ഓപ്ഷൻ ഏത് വരും? ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിന് ഗീവ് ഉപ്പ് എന്നുള്ളതിന് ഓർമ്മിക്കാൻ ഉപേക്ഷിക്കുക എന്നതാണ്. അപ്പോൾ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ സ്റ്റോപ്പ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്തെടുക്കാം? ഗീവ് അപ്പ് എടുക്കാം. സോ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഗീവ് അപ്പിൻ്റെ മീനിങ് എന്താണ്? ഉപേക്ഷിക്കുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. അടുത്തത്, ദിസ് ഈസ് ദ സ്കൂൾ ഡാഷ് ഐ വാസ് എഡ്യൂക്കേറ്റഡ്. അവിടെ നമ്മളൊരു റിലേറ്റീവ് പ്രോനൗൺ ചേർക്കണം. ദിസ് ഈസ് ദ സ്കൂൾ, ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ അല്ലേ, ഇതാണ് സ്കൂള്, ഇവിടെയാണ് ഞാൻ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇവിടെയാണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രോനൗൺ ഏതാണ്? വേർ ആണ്. ദിസ് ഈസ് ദ സ്കൂൾ വേർ ഐ വാസ് എഡ്യൂക്കേറ്റഡ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഓപ്പോസിറ്റ് ഓഫ് പ്ലിബിയൻ. പ്ലിബിയൻ എന്നാൽ കോമൺ മാൻ, സാധാരണക്കാരൻ എന്നാണ് അർത്ഥം. ഇപ്പോൾ വർക്കിംഗ് ക്ലാസ് എന്താണ്? സാധാരണക്കാരാണ്. റെഗുലർ ആയിട്ടുള്ള ആൾക്കാർ സാധാരണക്കാരാണ്. അപ്പോൾ പ്ലിബിയൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓപ്ഷൻ ബി ആണ്, അരിസ്റ്റോക്രാറ്റ് ആണ്. അരിസ്റ്റോക്രാറ്റ് എന്ന് പറയുമ്പോൾ പ്രഭുക്കളാവാം, അല്ലെങ്കിൽ കുലീനരാവാം, അന്തസ്സുള്ളവർ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അരിസ്റ്റോക്രാറ്റ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്ലിബിയൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അരിസ്റ്റോക്രാറ്റ്. അപ്പോൾ ഓർമ്മിക്കുക, പ്ലിബിയൻ എന്നാൽ സാധാരണ ആൾക്കാരെന്നാണ് അർത്ഥം. ഷീ നെവർ കംസ് ഹോം ലേറ്റ്. ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കണം. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നെഗറ്റീവാണ്, കാരണം നെവർ വന്നിട്ടുണ്ട്. ഇനി കംസ് ആണ് വന്നിരിക്കുന്നത്. സോ അവിടുത്തെ ഓക്സിലറി വെർബ് ഡസ് ആണ്. ദെൻ ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്. സോ ഡസ് ഷീ വരും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിനോണിം ഓഫ് ജിറ്ററി ഈസ്. ജിറ്ററിയുടെ സിനോണിം എഴുതണം. ഓപ്ഷൻ എ ആണ് ജിറ്ററിയുടെ സിനോണിം, നെർവസ് എന്നാണ്. ജിറ്ററിയുടെ സിനോണിം എന്താണ്? നെർവസ് ആണ്, നെർവസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോസ്റ്റ് മാൻ ഓൾവേസ് ലീവ്സ് ദ ലെറ്റേഴ്സ് ഇൻ ദ ഹോൾ. ചേഞ്ച് ദ വോയിസ്. വോയിസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാസീവ് വോയിസിലോട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ആദ്യം നോക്കേണ്ടത് ഇവിടുത്തെ ഒബ്ജക്റ്റ്, ദ ലെറ്റേഴ്സ് ഇൻ ദ ഹോളാണ്. അപ്പം ദ ലെറ്റേഴ്സ് ആണ്. ദെൻ നോക്കേണ്ടത് നമ്മുടെ ടെൻസ് ഏതാണ്? ലീവ്സ് ആണ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? R + V3 ഫോം ഓഫ് ദ വെർബാണ്. ലെറ്റേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ. സോ ദ ലെറ്റേഴ്സ് ആർ ഓൾവേസ് ലെഫ്റ്റ് ഇൻ ദ ഹോൾ ബൈ ദ പോസ്റ്റ്മാൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടു ആക്സെപ്റ്റ് എ കോംപ്രമൈസ്.
ടു ആക്സെപ്റ്റ് എ കോംപ്രമൈസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു കോംപ്രമൈസ് അക്സെപ്റ്റ് ചെയ്തു. ആ ഒരു അർത്ഥത്തിൽ വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? ടു കം ടു ടേംസ് എന്നാണ്. നമ്മുടെ ടേംസിലേക്ക് നമ്മൾ വന്നു. സോ ഓപ്ഷൻ ഡി ആണ് ടു കം ടു ടേംസ്. ഇനി ഒരിക്കൽ കൂടി പറയാം, ഇംഗ്ലീഷ് വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് പഠിക്കണം, സിമ്പിളായിട്ട് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ PSC ബേസിക്സിൻ്റെ ആപ്പിൽ കോഴ്സ് അവൈലബിൾ ആണ്, എടുത്ത് പഠിക്കാവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം.